നിങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണം ഫേസ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്? ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്ന് മരണപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഒരിക്കലെങ്കിലും അവരുടെ മരണത്തെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഈവൻ നമ്മൾ മനസ്സിൽ കണ്ടതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് റിയൽ ലൈഫിലെങ്കിൽ പോലും കുറച്ചും കൂടെ അത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ മരണം, ലൈക്ക് ഡിസാസ്റ്റേഴ്സിലൊക്കെ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളില്ലേ, അങ്ങനെയുള്ള കേസുകളിലൊക്കെ അത് ഹാൻഡിൽ ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഗ്രീഫ് പീരീഡ് പല ആളുകളും പല രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഡിലേയുടെ ഗ്രീഫിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. മരണപ്പെട്ട ദിവസങ്ങളിലോ ആഴ്ചകളിലോ ബുദ്ധിമുട്ടുകളൊന്നും കാണാതെ അത് ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരായിട്ട് നമുക്ക് അവരെ തോന്നാം. പോകെ ആയിരിക്കും അവരിൽ ഡിപ്രസീവ് തോട്ട്സും ആങ്സൈറ്റി ഒക്കെ വരുന്നുണ്ടായിരിക്കാം. മറ്റു ചിലർ അത് റിപ്രസ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും. അവരുടെ ഇമോഷൻസിനെ റിപ്രസ് ചെയ്യുകയും മറ്റു പല ഇമോഷൻസ് ആയിട്ട് പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. ഈ ഒരു പീരീഡിൽ നമുക്ക് കോപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ അതുപോലെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നന്നായി കരയാനാണ് തോന്നുന്നതെങ്കിൽ അത് കരഞ്ഞു തന്നെ തീർക്കുക. നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ പറയാനും കേൾക്കാനൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ തീർക്കുക എന്നുള്ളതാണ്. ഈ ഗ്രീഫ് പീരീഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ളതല്ല. നമുക്കതിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം പുറത്തു വരിക എന്നുള്ളതും പോസിബിൾ ആയിട്ടുള്ളതല്ല. പതുക്കെ നമ്മൾ കോപ്പ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്താണ് നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുന്നു. ഒരുപാട് ഡിപ്രസീവ് ആങ്സൈറ്റി തോട്ട്സ് ഒക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്.